Hi, welcome to Flash Class. ബി ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ പോയറ്റ് ഒനാനി ബില അദ്ദേഹത്തിന്റെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിന്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. വൾച്ചേഴ്സ് ഡ്വെൽ ഹിയർ. ഇവിടെ കഴുകന്മാർ താമസിക്കുന്നു. എമംഗ് ദ ഗ്രിം ഫേസ്ഡ് ഷാക്ക് ഡ്വെല്ലേഴ്സ്. ഗ്രിം ഫേസ്ഡ് മ്ലാനമായ അല്ലെങ്കിൽ മൂകമായ മുഖമുള്ള ഷാക്ക് ഡ്വെല്ലേഴ്സ്. ഷാക്ക് എന്ന് പറയുന്നത് നമ്മൾ ടെന്റുകളൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. വളരെ ദരിദ്രരായിട്ടുള്ള ഈ കാർഡ് ബോർഡുകളും അതുപോലെ തന്നെ ഈ ഷീറ്റുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുടിലുകൾ കെട്ടി താമസിക്കുന്ന അത്തരം ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. വിത്ത് ദെയർ ഫാമിഷ്ഡ് ചിൽഡ്രൻ. അവരവരുടെ ഫാമിഷ്ഡ് വളരെയധികം പട്ടിണിയായിട്ടുള്ള ഈ കുട്ടികളുടെ കൂടെ അവർ താമസിക്കുന്നു. അവരോടൊപ്പമാണ് ഈ കഴുകന്മാരിവിടെ ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കുട്ടി ഇങ്ങനെ വിശന്ന് മുഖം താഴ്ത്തിയിരിക്കുന്ന സമയത്ത് അതിനരികിൽ ഒരു കഴുകൻ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ. കെവിൻ കാർട്ടർ എടുത്തിട്ടുള്ള ഫോട്ടോ പുലിറ്റ്സർ പ്രൈസ് അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ അതിൽ കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വളരെയധികം പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങൾ, കുട്ടികൾ, അവരുടെ അരികിൽ കഴുകന്മാർ പോലും വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരം ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ പോയത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്. When the waste delivery truck arrives, the dark human vultures shove and shuffle, fighting over dirt, competing with the rats and pigs. ഇനി വേസ്റ്റ് ഡെലിവറി ട്രക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയയാണ് ഈ ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ. ലാൻഡ്ഫിൽ എന്ന് പറയുന്നത് ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് തട്ടുന്ന സ്ഥലമാണ്. അവിടെ ഈ വേസ്റ്റ് വണ്ടി വരുന്ന സമയത്ത് ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ്, മനുഷ്യ കഴുകന്മാർ, കറുത്ത മനുഷ്യ കഴുകന്മാർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ഈ കഴുകന്മാർ നമുക്കറിയാം അവർ വേസ്റ്റ് കഴിക്കുന്ന ഒരു ജീവികളാണെന്നുള്ള ഇതിലാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലാണ് ഈ വേസ്റ്റ് ഒക്കെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ അദ്ദേഹം കഴുകന്മാർ, മനുഷ്യ കഴുകന്മാർ എന്ന് വിളിക്കുന്നത്. കൂടാതെ ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്ന് വിളിക്കുന്നത് കറുത്ത ആളുകളാണ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ ഒരു രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ വർണ്ണവിവേചനമൊക്കെ നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്രപരമായിട്ട് തന്നെ കറുത്ത വർഗ്ഗക്കാർ വലിയ വിവേചനം നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നതും ആ വിഭാഗക്കാരാണ് എന്നുള്ള കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യർ, ഈ കുടിലുകളിൽ കഴിയുന്ന ഈ മനുഷ്യർ, അവർ കഴുകന്മാരെ പോലെ ആയിരിക്കുന്നു. അവർ വേസ്റ്റ് വണ്ടി വരുന്ന സമയത്ത് ഷോ ആൻഡ് ഷഫിൾ, അവിടെ ഉന്തും തള്ളും ഉണ്ടാക്കുകയും അതുപോലെ ഈ വേസ്റ്റുകളിൽ അവർ പരതുകയുമാണ് ചെയ്യുന്നത്. ഫൈറ്റിംഗ് ഓവർ ഡേർട്ട്, കമ്പീറ്റിംഗ് വിത്ത് റാറ്റ്സ് ആൻഡ് പിഗ്സ്. ആ അഴുക്കിന് വേണ്ടി, ഡേർട്ടിന് വേണ്ടി, ആ മാലിന്യങ്ങൾക്ക് വേണ്ടിയാണ് അവരവിടെ മത്സരിക്കുന്നത്. അതും എലികളോടും പന്നികളോടുമാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ വളരെ ശോചനീയമായിട്ടുള്ള ഒരു മനുഷ്യാവസ്ഥയുടെ ചിത്രമാണ് ഈ പോയത്തിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യര് അവിടെ ഇങ്ങനെ ഈ ലാൻഡ്ഫില്ലിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്ന സ്ഥലത്തിന് സമീപം താമസിക്കുന്നു. അവരവിടെ താമസിക്കുന്നത് അവർക്ക് പോകാൻ വേറെ ഇടമില്ല. മാത്രമല്ല ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നതിൽ നിന്നാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ പരതിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ എലികൾക്കും പന്നികൾക്കും ഒപ്പം അവര് മത്സരിച്ചുകൊണ്ട് അത് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നു. അവരെ മനുഷ്യ കഴുകന്മാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നോ വൺ ടോക്സ് അബൌട്ട് ദിസ് ഗ്രിം എന്റർപ്രൈസ്. ഈ മൂകപ്രവൃത്തിയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ദ വൾച്ചേഴ്സ് ഹോപ്പ് ടു ടേൺ റാഗ്സ് ടു റിച്ചസ്. ഈ കഴുകന്മാർ ഈ വേസ്റ്റുകളെല്ലാം റിച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. റാഗ് എന്ന് പറയുന്നത് പഴംതുണി എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വേസ്റ്റ് ട്രക്ക് കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് റിച്ചാക്കാൻ വേണ്ടി, അതിൽ നിന്ന് അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ലഭിക്കുമെന്ന്, ഒരുപക്ഷെ ഭക്ഷണം വരെ ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് അവരത് പരതുന്ന ഈ ഒരു മൂകപ്രവൃത്തിയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇൻ ദിസ് അവർ വേസ്റ്റഡ് മാർക്കറ്റ് എക്കോണമി. ഇത് നടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഈ വേസ്റ്റഡ് മാർക്കറ്റ് എക്കോണമിയിലാണ്. ഇവിടെ അദ്ദേഹം ക്യാപിറ്റലിസത്തിന് അല്ലെങ്കിൽ മുതലാളിത്തത്തിന് എതിരായിട്ടൊരു വിമർശനം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ വളർന്നു വരുന്ന ഘട്ടത്തിൽ, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പാരന്റ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല, ഇത് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ. അപ്പൊ അത്തരത്തിൽ
മറ്റും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ലാ മനുഷ്യർക്കും ആവശ്യത്തിനുള്ള വസ്തുക്കൾ ഈ ലോകത്തുണ്ട്, എന്നാൽ ആരുടെയും അത്യാഗ്രഹത്തിനുള്ളത് ഇവിടെ ലഭ്യമല്ല എന്നുള്ള തരത്തിലുള്ള വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തില് ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരുപാട് പേര് ഇതൊക്കെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരുപാട് പേർക്ക് ഇത് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ മനുഷ്യരുടെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ലാഭത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാർക്കറ്റാണുള്ളത്. ഈ വേസ്റ്റഡ് മാർക്കറ്റ് എക്കോണമിയിലാണ് ഇത് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. When ministers talk of black empowerment, no one mentions this grim enterprise, which tries in vain to turn rags to riches. ഇനി മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരെല്ലാം ബ്ലാക്ക് എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കറുത്ത വംശജരുടെ എംപവർമെന്റിനെ കുറിച്ച് അത് സംസാരിക്കുമ്പോൾ, ഇവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെഫറൻസ് നമ്മൾ പറയുകയുണ്ടായി. കറുത്ത വംശജർക്ക് വിവേചനം നേരിടുന്ന ഒരു സാഹചര്യമാണ് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചരിത്രപരമായിട്ടുള്ളൊരു വിഷയമുണ്ട്. അത് അവസാനിച്ച് അവർക്ക് ഇതുപോലെ തുല്യ അവകാശങ്ങളെല്ലാം ലഭിച്ചിട്ട് 30 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോ എന്നിട്ട് ഇവരുടെ ഈ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ആരും ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട്, ഈ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് ഓൺ ഇലക്ഷൻ ഡേ, പക്ഷേ ഇലക്ഷന്റെ ദിവസം, ദ വൾച്ചേഴ്സ് ആർ ഫെഡ് വിത്ത് പാപ്പ് ആൻഡ് ബീഫ് സ്റ്റ്യൂ. തെരഞ്ഞെടുപ്പ് ദിവസം ഇവർക്ക് പാപ്പ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ഫുഡാണ്. നമ്മൾ ബ്രെഡ് എന്നൊക്കെ പറയുന്ന തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണം സൗത്ത് ആഫ്രിക്കയിൽ അതുപോലെ മറ്റ് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അതും ബീഫ് സ്റ്റ്യൂവും ഇവർക്ക് നൽകുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഇവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഡ്രസ്ഡ് ഇൻ എ ക്ലീൻ ടീഷർട്ട് വിത്ത് ദ ലീഡേഴ്സ് ഫേസ്, ഇവർക്ക് നല്ല വസ്ത്രം കൊടുക്കുന്നു. ഒരു ടീഷർട്ടാണ് കൊടുക്കുന്നത്. ആ ടീഷർട്ടിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ടീഷർട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ വോട്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ദിവസം മാത്രം ഇവർക്ക് ഭക്ഷണവും അതുപോലെ വസ്ത്രവും കൊടുത്തിട്ട് അവരുടെ വോട്ടിന് വേണ്ടി അവർ മുതലെടുക്കുകയും എന്നാൽ അവരുടെ പ്രശ്നങ്ങളിൽ ഈ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആൻഡ് വെൻ ഡാർക്ക്നെസ് ഫോൾസ്, എന്നിട്ട് ഇരുട്ടാവുന്ന സമയത്ത് അവർ വോട്ടൊക്കെ ചെയ്തു വന്നു, അന്നത്തെ ദിവസം കഴിഞ്ഞു. ദ വൾച്ചേഴ്സ് ജേഡഡ്ലി റിട്ടയർ ടു ദ ഡംപ്, ഈ കഴുകന്മാര്, ഈ മനുഷ്യര് ജേഡഡ്ലി റിട്ടയർ ടു ദ ഡംപ്, അവരുടെ കുടിലുകളിലേക്ക് അവർ ജേഡഡ് എന്ന് പറയുന്നത് വളരെ മൂകമായിട്ടുള്ള ഒരു തരം ഉന്മേഷവും ഇല്ലാത്ത സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വീണ്ടും അവരുടെ ആ പഴയ ജീവിതത്തിലേക്ക്, ആ കുടിലുകളിലേക്ക് അവര് മടങ്ങുകയാണ്. എ സെലസ്റ്റിയൽ ഗ്രേവ്യാർഡ് ഓഫ് ഹോപ്സ് ദെയർ ഹോം, ഒരു സ്വർഗീയമായ ശ്മശാനം അവരുടെ വീടുകൾ എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഒരു ജക്സ്റ്റാപോസിഷൻ ആണ് നമ്മൾ കാണുന്നത്. സ്വർഗം എന്ന് പറയുന്നതും ശ്മശാനം എന്ന് പറയുന്നതും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ്. അപ്പൊ ഇത്തരം പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ ചേർത്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ജക്സ്റ്റാപോസിഷൻ എന്ന് പറയുന്നത്. ഈ സ്വർഗീയമായ ശ്മശാനം എന്നതിലൂടെ ഈ ആളുകളുടെ ഈ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എത്ര നിഷ്കളങ്കമാണ് എന്നുള്ള ഒരു കാര്യവും, അതുപോലെ തന്നെ അത് എത്രമാത്രം ഇമ്പോസിബിൾ ആണ്, ഇവരുടെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും നടക്കാൻ പോകുന്നതല്ല, കാരണം ഇവരെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി നമുക്ക് ആ ശ്മശാനം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ കാണുന്നത് സൗത്ത് ആഫ്രിക്കയിലെ പ്രത്യേകിച്ചും ഈ ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ മാലിന്യങ്ങൾക്കരികിൽ ടെന്റുകൾ കെട്ടി താമസിക്കുന്ന മനുഷ്യരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ്. അവരവിടെ ഈ വേസ്റ്റുകളിൽ നിന്നാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള തരത്തിൽ അതുവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യമാണ് അവർക്കുള്ളത്. എന്നിട്ട് രാഷ്ട്രീയക്കാരും മറ്റും സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പിന്റെ ദിവസം മാത്രം ഭക്ഷണവും അതുപോലെ വസ്ത്രവും കൊടുത്ത് അവരുടെ വോട്ട് വേണം എന്നുള്ള ആവശ്യം മാത്രമേ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുള്ളൂ. അവരുടെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവരുടെ വീടുകൾ ഒരു സ്വർഗീയ ശ്മശാനമാണ്. സ്വർഗീയം എന്ന് പറയുന്നത് അവിടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ ശ്മശാനം എന്ന് പറയുന്നത് ആ സ്വപ്നങ്ങളെല്ലാം തന്നെ മരിച്ചു പോയിരിക്കുന്ന സ്വപ്നങ്ങളാണ്. അത്തരമൊരു സന്ദേശമാണ് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഈസ് ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ? ഈ പോയത്തിൽ പറയുന്ന ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ടൗൺ ഓഫ് ബർഗേഴ്സ്ഫോർട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ബർഗേഴ്സ്ഫോർട്ട് എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. അവിടെയാണ് ഈ ലാൻഡ്ഫിൽ അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്ന ഒരു സ്ഥലമുള്ളത്. ദ ലാൻഡ്ഫിൽ സെർവ്സ് ആസ് എ സെറ്റിംഗ് ഫോർ ദ പോയം. ഈ പോയത്തിന് സെറ്റിംഗ് ആയിട്ട് അവിടെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്.
highlighting the grim reality faced by the shack dwellers living nearby. അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ഈ ഒരു പരിതാപകരമായിട്ടുള്ള ജീവിത സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. ഹൗ ക്യാൻ വി ഇന്റർപ്രറ്റ് ദ ഫ്രേസ് ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ്? കറുത്ത മനുഷ്യ കഴുകന്മാർ എന്നുള്ള ഫ്രേസ് നമുക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയാന്ന് ചോദിക്കുന്നു. The phrase dark human vultures metaphorically describes the impoverished people scavenging for survival in the landfill. ഇവിടെ ഇംപോവറിഷ്ഡ്, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന, സ്കാവഞ്ച് ചെയ്യുന്ന, ഈ മാലിന്യങ്ങളെല്ലാം പരത്തിക്കൊണ്ട് അത് ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെയാണ് ഈ ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It emphasizes their desperation and how they are forced to fight for ways to sustain themselves. അവരുടെ ആ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ പ്രയോഗത്തിൽ നമ്മൾ കാണുന്നത്. ഈ വേസ്റ്റ് വരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് എന്നതിൽ പറയുന്നു. എക്സ്പ്ലെയിൻ ദി എക്സ്പ്രഷൻ എ സെലസ്റ്റിയൽ ഗ്രേവ്യാർഡ് ഓഫ് ഹോപ്സ്. പ്രതീക്ഷകളുടെ സ്വർഗീയ ശ്മശാനം എന്നൊരു പ്രയോഗം പോയതിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. The expression a celestial graveyard of hopes symbolizes the shattered dreams and aspiration of the poor. ആ ദരിദ്രരായ മനുഷ്യരുടെ തകർന്നുപോയ സ്വപ്നങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കാണുന്നത്. The juxtaposition of a heavenly grave highlights both the innocence and the impossibility of their dreams. അവിടെ ജക്സ്റ്റാപ്പൊസിഷൻ ആണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് ആശയങ്ങളെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്, ഈ സ്വർഗവും അതുപോലെ ശ്മശാനവും. അപ്പൊ അവിടെ അവരുടെ സ്വപ്നങ്ങളുടെ ഒരു നിഷ്കളങ്കതയും അതുപോലെ തന്നെ ആ സ്വപ്നങ്ങൾ തകർന്നു പോയിരിക്കുന്നത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവുമാണ് ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് വാട്ട് ബില കോൾസ് ദ ഗ്രിം എന്റർപ്രൈസ്. മൂകപ്രവൃത്തി എന്ന് അദ്ദേഹം എന്തിനെയാണ് വിളിക്കുന്നത്? The grim enterprise refers to the bleak and dehumanizing activity of scavenging through garbage for survival. ഈ പോയതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ ഗാർബേജ്, വേസ്റ്റുകൾ പരതിക്കൊണ്ട് അത് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ഡീഹ്യൂമനൈസിങ്, മാനവികത നഷ്ടപ്പെട്ട മനുഷ്യാവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ ഒരു മൂകപ്രവൃത്തി കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. The individuals are likened to vultures, illustrating their desperation as they compete for discarded waste. ഇവിടെ അവരെ കഴുകന്മാരോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴുകന്മാർ എന്ന് പറയുന്നത് വേസ്റ്റ് ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ എന്ന തരത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ ആ ഒരു ഡെസ്പറേഷൻ, ഇവരുടെ ആ ഒരു പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. The enterprise is called grim because it reflects a harsh reality where they even fight with animals like rats and pigs over scraps. ഇതിനെ ഗ്രിം അല്ലെങ്കിൽ മൂകം എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു ഹാർഷ് റിയാലിറ്റിയാണ് നമ്മൾ കാണുന്നത്. എലികളോടും പന്നികളോടും വരെ മത്സരിച്ചുകൊണ്ടാണ് അവർ ഈ വേസ്റ്റിനെ ആശ്രയിക്കുന്നത് എന്നുള്ള ആ ഒരു ഹാർഷ് റിയാലിറ്റി കൊണ്ടാണ് അതിനെ ഗ്രിം എന്ന് വിളിക്കുന്നത്. This struggle symbolizes the broader societal failure to provide for the vulnerable, leaving them to survive in such dire conditions. ഇവിടെ അവരുടെ ഒരു അവസ്ഥ എന്നതിലുപരിയായിട്ട് ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ ചിത്രം കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഇവരെ ആരും ശ്രദ്ധിക്കുകയോ ഇവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ആരും പരിശ്രമിക്കുകയോ ചെയ്യാതെ ഈ വേസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ ഈ മൂകപ്രവൃത്തി അല്ലെങ്കിൽ ഗ്രിം എന്റർപ്രൈസ് എന്ന് വിളിക്കുന്നത്. ഡിസ്കസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പൊളിറ്റീഷ്യൻസ് ടുവേർഡ്സ് ദ ഡൊല്ലേഴ്സ് ഓഫ് ദ ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ. ഇനി അവിടെ താമസിക്കുന്ന ആളുകളോട് രാഷ്ട്രീയക്കാരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്താണെന്നാണ് ചോദിക്കുന്നത്. The politicians exhibit an attitude of manipulation and indifference. ഒരു മാനിപ്പുലേഷന്റെയും ഇൻഡിഫറൻസിന്റെയും, അവരെ മുതലെടുക്കുക, അതുപോലെ തന്നെ അവരോട് വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നെഗ്ലക്ടിങ് ദ പ്ലൈറ്റ് ഓഫ് ദ ലാൻഡ്ഫിൽ ഡൊല്ലേഴ്സ്. അവിടെ താമസിക്കുന്ന ആളുകളുടെ ആ ഒരു അവസ്ഥയെ അവർ നെഗ്ലക്ട് ചെയ്യുകയാണ്, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. While they speak of black empowerment, the extreme poverty and the struggles of the people are ignored in day-to-day governance. അവിടെ ഈ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിമാർ, രാഷ്ട്രീയക്കാർ ബ്ലാക്ക് എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു, കറുത്ത വംശജരുടെ ഉന്നമനത്തിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. പക്ഷെ അവരുടെ ഈ ഒരു പരിതാപകരമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല, അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Their attention to these dwellers is only temporary, surfacing during elections when they provide food and clothes merely to gain votes. ഇനി താൽക്കാലികമായിട്ടൊരു ശ്രദ്ധ മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നത്, അതും തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണവും അതുപോലെ വസ്ത്രവും എല്ലാം കൊടുക്കുന്നു, പക്ഷെ അത് വോട്ട് നേടുന്നതിന് വേണ്ടി മാത്രമാണ് എന്നാണ് പറയുന്നത്.
This fleeting concern highlights the politicians' disregard of the well-being of these people beyond the political benefits they can extract. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ലഭിക്കുന്നത് അവർക്ക് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്, രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് ഇവരെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അത്തരത്തിൽ ഇവരെ അവഗണിക്കുന്ന, ഇവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം, വോട്ടുകൾ കിട്ടാനുണ്ടെങ്കിൽ അത് നേടുക എന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു. List the poetic devices used by Vanani Bila and analyze how they serve the theme. ഇനി ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതാണ്, അത് ഈ തീമിനെ എങ്ങനെ സഹായിക്കുന്നതാണ് ചോദിക്കുന്നത്. മെറ്റഫർ. The term dark human vultures powerfully conveys the desperation of the shack dwellers, comparing their scavenging to that of vultures. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന പോയറ്റിക് ഡിവൈസ് മെറ്റഫറിന്റെയാണ്, പോയത്തിൽ സെൻട്രൽ ആയിട്ട് വരുന്നത്. ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ്, കറുത്ത മനുഷ്യ കഴുകന്മാർ എന്നുള്ള ഒരു പ്രയോഗമാണ് നടത്തുന്നത്. അതിലൂടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഈ കഴുകന്മാര് വേസ്റ്റ് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, അതുപോലെയാണ് ഈ മനുഷ്യര് വേസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യം ഉള്ളത് എന്ന് ഈ മെറ്റഫറിലൂടെ പറയുന്നു. പിന്നെ വരുന്നത് ഇമേജറിയാണ്. വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ലൈക്ക് ഫൈറ്റിംഗ് ഓവർ ഡേർട്ട് ഇമേഴ്സ് ദ റീഡർ ഇൻ ദ ഗ്രിം എൻവയോൺമെന്റ്, ഇവോക്കിംഗ് ദ ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഡിസ്പെയർ ഫെൽറ്റ് ബൈ ദ പീപ്പിൾ. ഇനി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമേജറി ഉപയോഗിക്കുന്നുണ്ട്. ഈ എലികൾക്കും അതുപോലെ പന്നികൾക്കും കൂടെ മനുഷ്യരിങ്ങനെ മത്സരിച്ച് ഈ വേസ്റ്റ് എടുക്കുന്ന ആ ഒരു ഇമേജറി ഒക്കെ അവരുടെ ആ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചിട്ടുള്ള മൂകമായിട്ടുള്ള ചിത്രം വായനക്കാർക്ക് നൽകുന്നതാണ്. പിന്നെ വരുന്നത് ജക്സ്റ്റാപോസിഷൻ ആണ്. ദ കോൺട്രാസ്റ്റിംഗ് എക്സ്പ്രഷൻ സെലസ്റ്റിയൽ ഗ്രേവ്യാർഡ് എംഫസൈസസ് ദ ഇന്നസെൻസ് ആൻഡ് ദ ഇമ്പോസിബിലിറ്റി ഓഫ് ദ ഡ്രീംസ്. പോയതിന്റെ അവസാനം സെലസ്റ്റിയൽ ഗ്രേവ്യാർഡ് ഓഫ് ഹോപ്സ്, പ്രതീക്ഷകളുടെ സ്വർഗീയ ശ്മശാനം എന്നുള്ളൊരു പ്രയോഗം വരുന്നുണ്ട്. അത് ജക്സ്റ്റാപോസിഷൻ ആണ്. നമ്മൾ പറഞ്ഞു, പരസ്പര വിരുദ്ധമായിട്ട് രണ്ട് ആശയങ്ങളെയാണ് കൂട്ടിച്ചേർക്കുന്നത്, സ്വർഗവും അതുപോലെ ശ്മശാനവും എന്ന് പറയുന്നത്. അതിലൂടെ അവരുടെ സ്വപ്നങ്ങളുടെ നിഷ്കളങ്കതയും എന്നാൽ അതിന്റെ ഇമ്പോസിബിലിറ്റി, ഈ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നതല്ല, അസാധ്യമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവുമാണ് ഈ ഒരു ജക്സ്റ്റാപോസിഷനിലൂടെ വളരെ പവർഫുൾ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. These poetic devices amplify the poem's central themes of poverty and political indifference. അപ്പോൾ ഈ പോയത്തിന്റെ തീമായിട്ട് നമ്മൾ കാണുന്നത് ഈ ദാരിദ്ര്യവും അതുപോലെ പൊളിറ്റിക്കൽ ഇൻഡിഫറൻസ്, രാഷ്ട്രീയക്കാരുടെ നിസ്സംഗതയുമാണ്. ആ തീമുകൾ വളരെ എഫക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോയറ്റിക് ഡിവൈസസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, poetry can be a powerful medium to discuss the lives of the marginalized sections of society. Argue using Vanani Villa's poem as an example. പോയട്രി എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു മീഡിയമായി ഉപയോഗിക്കാൻ സാധിക്കും. ഈ പോയത്തെ ഉദാഹരണമായി എടുത്തുകൊണ്ട് അതിനെ സമർത്ഥിക്കാനാണ് പറയുന്നത്. Poetry serves as a vital platform for amplifying the voices of marginalized communities. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പോയട്രിക്ക് സാധിക്കും. Effectively capturing their struggles and experiences, often overlooked by mainstream narratives. അവരുടെ ഈ ഒരു സ്ട്രഗിൾസിന്റെയും എക്സ്പീരിയൻസിന്റെയും അവരുടെ പ്രയാസങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു ചിത്രം ഓഫ്റ്റൻ ഓവർലുക്ക്ഡ് ബൈ മെയിൻ സ്ട്രീം നെറേറ്റീവ്സ്, മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റും അവഗണിക്കുന്ന അത്തരം അനുഭവങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാര്യങ്ങളെല്ലാം പോയട്രി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഇൻ ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ, Vanani Bila illustrates the harsh realities of impoverished shack dwellers. ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ ഷാക്ക് ഡൊല്ലേഴ്സ് അല്ലെങ്കിൽ കുടിലുകളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ്. യൂസിംഗ് വിവിഡ് ഇമേജറി ആൻഡ് poignant metaphors to convey their daily challenges and the systemic failures surrounding them. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിവിഡ് ഇമേജറിയും അതുപോലെ മെറ്റഫേഴ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ചിത്രം, അതുപോലെ തന്നെ ആ രാഷ്ട്രീയക്കാരുടെ നിസ്സംഗതയുടെ ഒരു സാഹചര്യവും എല്ലാം അവതരിപ്പിക്കാൻ ഈ പോയത്തിനകത്ത് കഴിയുന്നുണ്ട്. The metaphor of dark human vultures evokes a powerful image of desperation. ഇനി അവരുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള പവർഫുൾ ഇമേജ് ഈ ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്ന മെറ്റഫറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. Highlighting the dehumanization faced by those scavenging for survival in the landfill. അവരുടെ ഡീഹ്യൂമനൈസേഷൻ, മാനവികത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എലികളോടും പന്നികളോടും മത്സരിക്കുന്ന അത്തരം ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്ന മനുഷ്യരുടെ ചിത്രം ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത് നമ്മൾ കാണും. Through striking imagery, such as the depiction of individuals fighting over dirt,
Below paints a stark picture of poverty that compels readers to confront the stark conditions often hidden from public discourse. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇമേജറി ഉപയോഗിക്കുന്നുണ്ട്. ഈ എലികളും പന്നികളുമായിട്ട് മത്സരിക്കുന്ന ഒരു ഇമേജറിയിലൂടെയല്ല ആ മനുഷ്യാവസ്ഥയുടെ എത്ര പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിലും മറ്റും കാണാത്ത ആ ഒരു ചിത്രം മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കവിതയിലൂടെ സാധിക്കുന്നുണ്ട്. The phrase celestial graveyard of hopes poignantly symbolizes the shattered dreams of these individuals. അതുപോലെ പ്രതീക്ഷകളുടെ സ്വർഗീയ ശ്മശാനം എന്നുള്ള പ്രയോഗത്തിൽ ഇവിടെ തകർന്നു പോയിരിക്കുന്ന സ്വപ്നങ്ങളുടെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. Illustrating how their aspirations are continually thwarted in a world that offers little hope for improvement. അവരുടെ ഈ അവസ്ഥയ്ക്ക് ഒരു ഇംപ്രൂവ്മെന്റിന്റെ പ്രതീക്ഷ പോലും നൽകാത്തൊരു ലോകത്തിന്റെ ചിത്രം നമുക്ക് ഈ പോയത്തിലൂടെ ലഭിക്കുന്നു. Poetry becomes a powerful medium to discuss the lives of the marginalized as it intervenes emotional depth with a sharp social critique. അപ്പോൾ ഈ പോയട്രി ഉപയോഗിച്ചുകൊണ്ട് മാർജിനലൈസ്ഡ് പീപ്പിളിന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിൻ്റെ ഇമോഷണൽ ഡെപ്ത് ആൻഡ് ഷാർപ്പ് സോഷ്യൽ ക്രിട്ടിക്. ഒരു സാമൂഹ്യ വിമർശനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ഡെപ്തിലൂടെ, ഒരു വൈകാരികമായിട്ടുള്ള അനുഭവത്തിലൂടെയും ആഴത്തിലൂടെയും ആ വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പോയട്രിക്ക് കഴിയുന്നു എന്നുള്ളത് കൂടിക്കൊണ്ടാണ് ഈ പാർശ്വവൽക്കൃതരുടെ ജീവിതത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പോയട്രി ഒരു പവർഫുൾ മീഡിയമായിട്ട് വരുന്നത്. ബിലാസ് പോയം therefore serves as a perfect example. അത്തരത്തിൽ ഈ പോയട്രി മാർജിനലൈസ്ഡ് പീപ്പിളിന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ഹൗ വൊനാനി ബില ഷെഡ്സ് ലൈറ്റ് ഓൺ ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് കണ്ടംപററി സൗത്ത് ആഫ്രിക്ക ഇൻ ബർഗേഴ്സ്ഫോർട്ട് ലാൻഡ്ഫിൽ. ഈ പോയത്തിലൂടെ സമകാലിക സൗത്ത് ആഫ്രിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ചിത്രം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. In Burgersfort landfill, Vonani Bila presents a critical commentary on the political landscape of contemporary South Africa. ഈ പോയത്തിലൂടെ സമകാലിക സൗത്ത് ആഫ്രിക്കയുടെ രാഷ്ട്രീയ ചിത്രത്തെ കുറിച്ചിട്ടുള്ള വിമർശനം നമ്മൾ കാണുന്നുണ്ട്. The poem serves as a poignant critique of the rhetoric surrounding black empowerment. രാഷ്ട്രീയ നേതാക്കന്മാർ നിരന്തരം ഈ കറുത്ത വംശജരുടെ ഉന്നമനത്തെ കുറിച്ച്, ബ്ലാക്ക് എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കുന്നു. Contrasting the hopeful speeches of political leaders with the harsh conditions faced by sharecroppers who continue to live in abject poverty. അപ്പോൾ അതിദാരിദ്ര്യത്തിൽ ആണ് ആളുകൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും, എന്നാൽ ഇവരുടെ ഈ കറുത്ത വംശജരുടെ ഉന്നമനത്തെ കുറിച്ചിട്ടുള്ള പ്രസംഗങ്ങളും തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യത്തിന്റെ ചിത്രം ഈ പോയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. Bila underscores the exploitation of the impoverished during election seasons. ഇനി തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഈ ദരിദ്രരായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇല്ലുസ്ട്രേറ്റിംഗ് ഹൗ പൊളിറ്റീഷ്യൻസ് സൂപ്പർഫിഷ്യലി എൻഗേജ് വിത്ത് ദ കമ്മ്യൂണിറ്റി. അവർ ഈ ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഇവരായിട്ട് എൻഗേജ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് അവതരിപ്പിക്കുന്നു. They provide temporary relief in the form of food and clothing to secure votes rather than addressing systemic issues. അവർക്ക് വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. The symbolism of the dwellers wearing t-shirts adorned with the political leaders' images captures the essence of political tokenism. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇവർക്ക് ടീഷർട്ടുകൾ കൊടുക്കുന്നു, നേതാക്കന്മാരുടെ ചിത്രം പതിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ഇമേജിലൂടെ പൊളിറ്റിക്കൽ ടോക്കണിസം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കാണുകയാണ്. നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലും പല സ്റ്റേറ്റുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TV കൊടുക്കും, സൈക്കിൾ കൊടുക്കും, ഫ്രിഡ്ജ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്നത്. അത്തരത്തിൽ മെറ്റീരിയൽ ജസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ട്രാക്ട് ഫ്രം ഡീപ്പർ അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഓഫ് ഇനീക്വാലിറ്റി. സാമൂഹ്യ സാമ്പത്തിക അസമത്വത്തെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിട്ടുള്ള വസ്തുക്കൾ കൊടുത്തുകൊണ്ട് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. The poem poignantly reflects a broader societal concern in post-apartheid South Africa. അപ്പോൾ പോസ്റ്റ് അപ്പാർത്തൈഡ് സൗത്ത് ആഫ്രിക്ക, വർണ്ണ വിവേചനത്തിന് ശേഷമുള്ള സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോഴും
ഈ കറുത്ത വംശജരായിട്ടുള്ള ആളുകൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം അദ്ദേഹം അവതരിപ്പിക്കുന്നു. വേർ മെനി പ്രോമിസസ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് റിമെയിൻ അൺഫുൾഫിൽഡ്. അപ്പോൾ ഈ കറുത്ത വംശജരായിട്ടുള്ള ആളുകൾ ഇവിടെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നത് അവർ ജോലി ചെയ്യാത്തത് കൊണ്ടോ അവർ മടിയന്മാരായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതിയാണ് അവർ നേരിടുന്നത്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന വർണ്ണ വിവേചനത്തെ കുറിച്ചിട്ടും അവർ നേരിടേണ്ടി വന്നിട്ടുള്ള അനീതിയെയും അവഗണനയും കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ട് അവരെ എംപവർമെന്റ് നടത്തുക എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ വാക്കുകളിൽ മാത്രമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്. അവരുടെ സാഹചര്യം ഇപ്പോഴും ദയനീയമാണ് എന്നുള്ള ആ ഒരു രാഷ്ട്രീയ ചിത്രം, കൂടാതെ തന്നെ അവരെ വോട്ടിന് വേണ്ടി മാത്രം അവരെ മുതലെടുക്കുന്ന ആ രാഷ്ട്രീയക്കാരുടെ ആറ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.